പവർ ബി ഐ പഠിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു സംശയമാണ്, പവർ ബി ഐ പഠിക്കണമെന്നുണ്ടെങ്കിൽ SQL അല്ലെങ്കിൽ ജാവ, പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ നോളജ് നമുക്ക് മുന്നേ വേണോ എന്നുള്ളത്. അതിന്റെ ആൻസർ, നമ്മൾ പവർ ബി ഐയിൽ ഒരു എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ ബി ഐയിൽ കുറച്ച് ഫോർമുലാസ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിന് ഡാക്സ് ഫോർമുലാസ് എന്ന് പറയും. നമുക്ക് വേണ്ട കസ്റ്റം കോളംസ്, കസ്റ്റം ഫോർമുല, കസ്റ്റം ലോജിക്കുകൾ, അതുപോലെ തന്നെ കസ്റ്റം കോളംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ലേൺ ഡാക്സ് ഫോർമുലാസ്. അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 ഡാക്സ് ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള പവർ ബി ഐ ഡാഷ്ബോർഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഡാക്സ് ഫോർമുലക്കകത്ത് എത്രത്തോളം എക്സ്പെർട്ടൈസ് ചെയ്യുന്നോ അതുപോലെയാണ് നിങ്ങളുടെ പവർ ബി ഐക്കകത്തുള്ള സ്കില്ല് വർദ്ധിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഡാക്സ് ഫോർമുലാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡാഷ്ബോർഡ്സ്, അതായത് നല്ല ഗ്രാഫിക്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പവർ ബി ഐയിൽ ഡാക്സ് ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളെ പവർ ബി ഐ സ്കില്ല് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾ ഡാക്സ് ഫോർമുലാസിൽ എക്സ്പെർട്ട് ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ പവർ ബി ഐ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പവർ ബി ഐ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 ഫോർമുലാസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ബി ആൻ എക്സ്പേർട്ട് ഇൻ പവർ ബി ഐ. സോ ഗ്രോ യുവർ കരിയർ വിത്ത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ.